ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കുരങ്ങൻചോലയിലെ മിന്നൽ ദുരന്തം. വെള്ളിലയുടെ 4 നക്ഷത്രങ്ങൾ ഇനി ഓർമ്മകളിൽ. മരണപ്പെട്ട 4 പേരുടെയും മൃതദേഹം വെള്ളില ജുമാ മസ്ജിദിൽ ഖബറടക്കി. വെള്ളില കടുക്ക സിറ്റി നമ്പൂരിക്കാട് കുരങ്ങൻചോല വ്യൂ പോയിന്റിന് സമീപം ചൊവ്വാഴ്ചയുണ്ടായ ഇടിമിന്നൽ ദുരന്തം ഒരു പ്രദേശത്തെ മുഴുവനാണ് കണ്ണീരിലാഴ്ത്തിയത്. ഒരുമിച്ച് വളർന്നും പഠിച്ചും സഞ്ചരിച്ചും നടന്ന 4 യുവാക്കളെ നഷ്ടമായ വേദനയിൽ വെള്ളില ഗ്രാമവും പരിസര പ്രദേശങ്ങളും ഇപ്പോഴും ഞെട്ടലിലാണ്. മരിച്ചവരിൽ ഈ വർഷം 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരുന്ന വിദ്യാർത്ഥിയും +2 വിദ്യാർത്ഥിയും ഉൾപ്പെട്ടത് സഹപാഠികളെയും അധ്യാപകരെയും ഒരുപോലെ ദുഃഖത്തിലാഴ്ത്തി. മങ്കട ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ സിയാദും മങ്കട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ റഹീസും ഇനി ഓർമ്മകളിൽ മാത്രം ബാക്കിയാകുമ്പോൾ സ്കൂൾ ക്യാമ്പസുകളിലും നൊമ്പരമാണ്. മഴയും മിന്നലും കനത്ത സാഹചര്യത്തിൽ കുരങ്ങൻചോല മലമുകളിൽ കുടുങ്ങിയ യുവാക്കളെ രക്ഷപ്പെടുത്താൻ നാട്ടുകാർ ജീവൻ പണയം വെച്ചാണ് ഓടിയെത്തിയത്. ഇടിമിന്നലേറ്റ് യുവാക്കൾ വിവിധ ഭാഗങ്ങളിലേക്ക് തെറിച്ചു വീണ നിലയിലായിരുന്നുവെന്ന് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഇരുട്ടും കനത്ത മഴയും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായെങ്കിലും നാട്ടുകാരുടെ ജാഗ്രതയും കൂട്ടായ്മയും ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്തായി. പെരിന്തൽമണ്ണ, മലപ്പുറം ഫയർഫോഴ്സ് യൂണിറ്റുകൾ, മങ്കട പോലീസ്, ട്രോമ കെയർ പ്രവർത്തകർ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ, സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയർമാർ, നാട്ടുകാർ തുടങ്ങി നിരവധി പേരാണ് മണിക്കൂറുകളോളം മലമുകളിൽ തിരച്ചിൽ നടത്തിയത്. അപകട സാധ്യത നിലനിന്നിട്ടും മഴയും ഇരുട്ടും അവഗണിച്ച് യുവാക്കളെ കണ്ടെത്താൻ നാട്ടുകാർ മലമുകളിലുടനീളം തിരച്ചിൽ നടത്തി. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു. പരിക്കേറ്റ റോഷൻ, ഇഷാത്ത്, സൽമാനുൽ ഫാരിസ് തുടങ്ങിയവരെ ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലേക്കും മാറ്റി. ഇഷാത്തിനെ ഗുരുതരാവസ്ഥയെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയതായും സൽമാനുൽ ഫാരിസിന്റെ നിലയും ഗുരുതരമാണെന്നും ബന്ധുക്കൾ അറിയിച്ചു. ഗ്രാമീണ ടൂറിസത്തിൽ ശ്രദ്ധേയമായ വെള്ളില കുരങ്ങൻചോല പ്രദേശം പ്രകൃതി സൗന്ദര്യത്തിനായി നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഇടമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള പ്രദേശമായതിനാൽ ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള മേഖലയാണിതെന്ന് നാട്ടുകാർ പറയുന്നു. മലപ്പുറം ജില്ലയിലെ പോലീസിന്റെ വയർലെസ് കൺട്രോൾ അടക്കമുള്ള ടവറുകളും മലമുകളിലായാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് കണ്ണെത്താ ദൂരത്തോളം വിശാലമായി ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശങ്ങൾ കാണാനാകുന്നതിനാൽ ഇടിയും മിന്നലും ശക്തമായി അനുഭവപ്പെടുന്ന മേഖലയായാണ് കുരങ്ങൻചോല അറിയപ്പെടുന്നത്. ഔദ്യോഗിക ടൂറിസ്റ്റ് കേന്ദ്രമല്ലെങ്കിലും ദിവസേന 100 കണക്കിന് ആളുകളാണ് കുരങ്ങൻചോലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നത്. എന്നാൽ സുരക്ഷാ സംവിധാനങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ലാത്തത് വലിയ ആശങ്കയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. മഴക്കാലങ്ങളിലും ഇടിമിന്നൽ സാധ്യതയുള്ള സമയങ്ങളിലും ആളുകളുടെ പ്രവേശനം നിയന്ത്രിക്കണമെന്നും പ്രദേശത്ത് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തമാക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ബുധനാഴ്ച വെള്ളില ടസ്കർ ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നത്. തുടർന്ന് വെള്ളില മഹല്ല് ഖബർസ്ഥാനിൽ ഖബറടക്കവും നടന്നു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.